ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ വീടിനടുത്തുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്ന് പറയുന്ന പള്ളിയിലെ പെരുന്നാളാണ്. ഇന്നലെ ആയിരുന്നു. കുറേ ദിവസമായിട്ട് പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് പ്രദക്ഷിണമുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തുള്ള എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇതേപോലെ LED ലൈറ്റ്സൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നിങ്ങളെ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പുട്ട്, അരിപ്പൊടി വെച്ചിട്ടുള്ള പുട്ട്, ബീഫിന് കറി, പിന്നെ ഏത്തയ്ക്ക. നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. അതാണ്ട് ഈ മരത്തിൽ നിന്ന് ഈ മരം വരെ, മരമല്ല, രണ്ട് മരത്തിലായിട്ടാണ് കയറ് പോലെ കെട്ടിയിട്ട് ലൈറ്റ്സ് ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടേക്കുകയാണ്. കണ്ട, ബൈക്ക് അവിടെ വെച്ചേക്കുന്നത് ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല, പാടാണ്. അതുകൊണ്ടാണ് ദാണ്ട് എവിടം വരെ ഉണ്ട് ഇറക്കം. ഇങ്ങനെയാണ്. നൈറ്റ് കത്തിച്ചപ്പോൾ നല്ല രസമായിരുന്നു. അടുത്തോട്ട് ഇറങ്ങട്ടെ, ഗേറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. മതിലൊക്കെ കുറേ ലൈറ്റ്സൊക്കെ തൂക്കിയിട്ടുണ്ട്, അതും കാണിച്ചു തരാം. വേണ്ട, ഇങ്ങനത്തെ ട്യൂബാണ്. UV ആകൃതിയിൽ, W ആകൃതിയിലൊക്കെ ഉണ്ടോ വെച്ചേക്കുന്നത്, സെറ്റാക്കിയേക്കുന്നത്. എല്ലാം ഒരുപോലാണ് കത്തി അണയും ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പെരുന്നാളിൻ്റെ ലൈറ്റിംഗ് സജ്ജീകരണങ്ങൾ. ഇവിടെയൊക്കെ സെബസ്ത്യാനോസ് പുണ്യാളനെ വെക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു വീടുണ്ട്, അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള കേട്ടോ. പിന്നെ തണ്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ എതിർവശത്തും അതേപോലെ ഈ മതിലൊക്കെ LED ലൈറ്റ്സൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ലൈറ്റിംഗ് സജ്ജീകരണങ്ങൾ. അത് നമ്മുടെ അവിടുത്തെ കുരിശിരി, അന്തോണിയൂസ് വല്യപ്പൂപ്പൻ്റെ. ഭയങ്കര വെയിൽ. അപ്പം വൈകിട്ട് ഒരു 8 മണി ഒക്കെ ആകുമ്പോഴാണ് പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മൾ ഈ ലൈറ്റ് എന്നിട്ട് കുറച്ച് ലൈറ്റിംഗ് കൂടി വെക്കാനുണ്ട്. നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ലൈറ്റിങ്ങും കൂടി സെറ്റാക്കാനുണ്ട്. രാവിലെ അമ്മയും പപ്പയും കൂടിയിട്ട് ഇവിടെയൊക്കെ തൂത്തായിരുന്നു. പക്ഷെ എന്നാലും ഉണക്കായതുകൊണ്ട് ഫുള്ള് കരിയിലേയും താഴോട്ട് വീരുന്നുണ്ട്. അപ്പം തൂത്താലൊന്നും ഒരു പ്രയോജനവും ഇല്ല. സോ ഇനി വൈകിട്ട് ഒന്നും കൂടി ഒന്ന് തൂത്ത് ക്ലീനൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ് ഞാനങ്ങ് പുറത്തോട്ട് പോയി. സോ ലുട്ടാപ്പിയെ കാണിച്ചു തരാം. ലുട്ടാപ്പിക്ക് അമ്മ ചോറ് കൊടുക്കുന്നത് കണ്ടായിരുന്നു. ബാ കുഞ്ഞി, ബാ വീഡിയോ പിടിക്കാം, ബാ. കുഞ്ഞുനെ വിളിച്ചേനും. അപ്പം ലുട്ടാപ്പിക്ക് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. ബാ, കണ്ടില്ല, വായി തേച്ചിരിക്കുന്നുണ്ടാണ്. അമ്മ ലുട്ടാപ്പിക്ക് ചോറുമായിട്ട് പോയേക്കാണ്. ഉണ്ടോ, ചോറ് എടുത്തതാണ്. ചോറ് കഴിക്കുന്നു ലുട്ടാപ്പി. തിന്നടാ. അവിയല്, ഉണക്കമീൻ വറുത്തത്, സാമ്പാർ. ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ് കേട്ടോ. റാസയുടെ കൂടെ ഫ്ലോട്ടും പോകത്തില്ല. അപ്പം ഫ്ലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സജ്ജീകരണങ്ങളാണ് ആ JCBയുടെ പുറത്തുള്ള ചേട്ടൻ കാണിക്കുന്നത്. ആ ചേട്ടനാണെങ്കിൽ ഈ റോഡിലോട്ട് നിൽക്കണ മരത്തിൻ്റെ ചില്ലകളെല്ലാം കട്ട് ചെയ്ത് കളയുമായിരുന്നു ആ JCBയുടെ കോരിക്കകത്ത് നിന്നിട്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലത്തെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ പിന്നെ സെബസ്ത്യാനോസ് പുണ്യാളനെയൊക്കെ വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒക്കെ സെറ്റായി നല്ല തയ്യാറെടുപ്പോടെ ഇരുന്നതാണ്. അപ്പോഴാണ് നമുക്ക് പണി വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു 5 മിനിറ്റായി റാസ് ഇറങ്ങിയപ്പോഴേക്കും കറണ്ട് ഫുള്ള് പോയി. എല്ലാവരും എന്താ പറയുക, നല്ല സൂപ്പറായിട്ടൊക്കെ ഒരുക്കിയതായിരുന്നു. പക്ഷേ ലൈറ്റ് കറണ്ട് പോയതോടെ ഫുള്ള് വെട്ടമൊക്കെ പോയി, ഒരുമാതിരി ഇരുട്ടായെന്ന് തന്നെ പറയാമായിരുന്നു. ഞങ്ങൾ പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ചത് കൊണ്ട് നമുക്ക് കുറച്ച് സമാധാനമായെന്നെങ്കിലും പറയാം, ഭയങ്കര സന്തോഷമായെന്നെങ്കിലും പറയാം. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കറണ്ട് വന്നു. അപ്പം നല്ല രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഫ്ലോട്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു, പൊള്ളിയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു എന്ന് പറയാമായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം അതൊക്കെ കണ്ടു നിന്ന്. പിന്നെ ചെണ്ടമേളം ഉണ്ടായിരുന്നു, ബാൻഡ് മേളം ഉണ്ടായിരുന്നു. ഇവരിപ്പം കുതിരമനമ്പെന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. നല്ല ദൂരമുണ്ട്. ഞങ്ങൾ നടക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അത്രയ്ക്കും
നല്ലതായിട്ട് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സെബിന് ചാച്ചൻ ഷോപ്പിൽ പോയിട്ട് കട പൂട്ടിയിട്ട് വന്നപ്പം ഇതേപോലെ വീഡിയോസ് എടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പപ്പയുടെ ഫോണിലാണ് എടുത്തത്. പപ്പയുടെ ഫോൺ ഐഫോൺ ആയതുകൊണ്ട് അപ്പയുടെ ഫോണിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് റാസ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ റാസയെ പിന്തുടർന്ന് അവരുടെ പുറയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബൈക്കിൽ ഞാൻ സെബിനാച്ചനും കുഞ്ഞും കൂടിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓടിച്ചൊന്ന് കണ്ടിട്ട് വാട്ടോ. തിരിച്ച് വരുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി എപ്പോഴാണ് വരുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നൈട്രജൻ ബലൂണും കൊണ്ടൊക്കെ പോന്നു. എൻ്റെ കുഞ്ഞുമാണെങ്കിൽ സെയിം ഈ അങ്ങളുടെ കയ്യിൽ നിന്നായിരുന്നു ബലൂൺ മേടിച്ചത്. 60 രൂപയാണ് ഈ ബലൂണിന് മേടിച്ചത് കേട്ടോ. നൈട്രജൻ ബലൂണാണ്. കൊള്ളാം. ആ ചേട്ടനാണ് പോണേ. തിരിച്ച് പ്രദക്ഷിണത്തിൻ്റെ കൂടെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഉറക്കം വരുന്നത്, അതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.